2019 സ്വർണം കൊണ്ടുപോയപ്പോൾ 258 പവൻ. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ വെറും 36 പവൻ. ഇത് വേറെ എവിടത്തെയും കാര്യമല്ല, നമ്മുടെ ശബരിമലയിലേത് തന്നെ. 10 വർഷം കൊണ്ട് മുഖ്യന്റെ മടിയിലെ ഖനം കൂടിയെന്നേ ഇതിലൂടെ പറയാനുള്ളൂ. ശബരിമലയിലെ ദുഷ്ടശക്തികളായ മോഷ്ടാക്കൾക്കെതിരെ അന്വേഷണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അത് പ്രകാരം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ 2 കേസുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പം അടിച്ചുമാറ്റിയതിനും രണ്ടാമത്തേത് ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ സ്വർണം അടിച്ചുമാറ്റിയതിനും. ശ്രീകോവിലിനകത്തെ മേൽക്കൂരയിലെ സ്വർണവും കൊടിമരത്തിലെ സ്വർണ്ണ ഇലകളും യോഗനിദ്ര ദണ്ഡുമെല്ലാം വേറെ കേസുകൾ. ഇതിനെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്താൻ കൊണ്ടുപോകുന്നു എന്ന വ്യാജേന മോഷണം നടത്തി പകരം സ്ഥാപിച്ചവയിൽ പോലും വെട്ടിപ്പ് നടത്തിയ അളവ് കുറച്ചാണ് അമളി പറ്റിയ മോഷ്ടാക്കൾ നല്ലവൻ ചമഞ്ഞ് ഇത്രയും കാലം നിന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കള്ള സ്പോൺസർമാർ ഒറിജിനൽ സാധനങ്ങൾ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെക്കലാണ് അവരുടെ രീതി. ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റിൽ അളവ് കുറഞ്ഞപ്പോൾ പിടിക്കപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അത് പിടിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ പിടിക്കപ്പെടാതെ ഇത്രയും കാലങ്ങൾ എത്ര കോടിയുടെ മുതലുകൾ കളവ് പോയിട്ടുണ്ടെന്നത് ആർക്കും അറിയില്ല. അതുപോലെ 2019 ശ്രീകോവിലിന്റെ സ്വർണ്ണ വാതിൽ അഴിച്ചുമാറ്റി പുതിയ ഭക്തർ കൊണ്ടുവന്ന സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് അതിൽ പണിഞ്ഞപ്പോൾ പഴയ വാതിൽ എവിടെ പോയി? അതിന്റെ പൂട്ട് മാത്രമാണ് എടുത്തത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണ കൊടിമരം ആദ്യം അത് സ്ഥാപിക്കുന്ന സമയം അതിൽ സ്വർണം പൂശിയ 28 ഇലകൾ കാണാമായിരുന്നു. ഇപ്പോൾ അതിൽ 13 മാത്രമേ ബാക്കിയുള്ളൂ. 28-ൽ പാതിയിലധികവും കാണാതെ പോയി. അത് ഏതാണ്ട് 9 കിലോയിലധികം സ്വർണ്ണം ഉപയോഗിച്ചുണ്ടാക്കിയ ഇലകളായിരുന്നു. ആ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന CPM നേതാവ് പത്മകുമാറും ദേവസ്വം അംഗങ്ങളായിരുന്ന രാഘവനും ശങ്കർദാസും അതുപോലെ അന്നത്തെ 9ഓളം ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളാകുമെന്ന റിപ്പോർട്ടുമുണ്ട്. മുരാരി ബാബുവും 2ാം പ്രതിയാകും. അതുപോലെ എത്ര പേർ ഇനി പ്രതികളാകുമെന്നത് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇതൊരു സംഘടിതമായ മോഷണം തന്നെ എന്നതിൽ സംശയമില്ല. അല്ലെങ്കിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ എല്ലാ കണക്കുകളും കാര്യങ്ങളും സൂക്ഷിക്കുന്ന ഒരിടത്ത് അവിടെ ഇത്രയും വലിയൊരു കളവ് നടത്തണമെങ്കിൽ അതിനു പിന്നിൽ അത്രയും പിടിപാടുള്ളവർ തന്നെ. എന്തായാലും ആരുടെയൊക്കെ മടിയിൽ ഖനം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്.